2023 HBO Max പുറത്തിറക്കിയ അപ്പോക്കലിപ്റ്റിക് സർവൈവൽ ത്രില്ലർ സീരീസ് ആണ് ദി ലാസ്റ്റ് ഓഫ് അസ്. 2013 പുറത്തിറങ്ങിയ ഒരു വീഡിയോ ഗെയിമിനെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സീരീസിന്റെ തുടക്കത്തിൽ 1968 ഒരു TV ഇന്റർവ്യൂ ചർച്ചയാണ് കാണിക്കുന്നത്. അതിലൊരു ഡോക്ടർ ഒരു വൈറസ് വന്നാൽ ഈ ലോകത്തിൽ എല്ലാ സ്ഥലത്തും പടരാൻ അത്ര സമയമൊന്നും എടുക്കില്ല എന്ന് പറയുകയും, എന്നാൽ ഇതിനിടെ മറ്റൊരു ഡോക്ടർ ഇപ്പോൾ നമ്മൾ വൈറസിനെ ഒന്നുമല്ല പേടിക്കേണ്ടത് എന്ന് വെച്ച് വൈറസ് വന്നാൽ മരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനു മുന്നേ വൈറസ് വന്ന് മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വാക്സിൻ കണ്ടെത്തി അതിനെ തോൽപ്പിച്ചിട്ടുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വൈറസിനെയല്ല പേടിക്കേണ്ടത്, അതിനു പകരം ഫംഗസിനെയാണ് നമ്മൾ പേടിക്കേണ്ടതെന്ന് ഡോക്ടർ പറയുകയും, ഫംഗസുകൾ നമ്മളെ കൊല്ലില്ല, അതിനു പകരം നമ്മളുടെ തലച്ചോറ് കീഴടക്കി നമ്മളെ നിയന്ത്രിക്കും. എന്നിട്ടത് ഒരു മനുഷ്യരിൽ നിന്ന് കടി കിട്ടിയോ രക്തത്തിലൂടെയോ അത് പടരാൻ തുടങ്ങും. ഇതിനാണെങ്കിൽ ഒരു വാക്സിനും ഉണ്ടാവില്ല എന്ന് അയാൾ പറയുമ്പോൾ അടുത്തുള്ള ഡോക്ടർ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും മനുഷ്യരിൽ വരാൻ ചാൻസ് ഇല്ല എന്ന് പറയുകയും, ഇതിനിടെ ഡോക്ടർ ഞാൻ പറഞ്ഞത് ഉടനെ ഉണ്ടാവുമെന്നൊന്നുമല്ല, കാലാവസ്ഥ മാറ്റം മൂലം ഭാവിയിൽ ഉണ്ടാവാമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അയാൾ പറയുന്നു. ശേഷം കാണിക്കുന്നത് 2003 സീരീസിലെ നായകനായ ജോയലും അവന്റെ മകളായ സാറയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിനിടെ ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ സാറ ചോദിക്കുമ്പോൾ അതേ എന്ന് ജോയൽ പറയുകയും, ഇതിനിടെ അങ്കിൾ ടോമി എവിടെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ടോമി അങ്ങോട്ടേക്ക് വരികയും ഇതോടെ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ സാറ ഇന്ന് നേരത്തെ കേക്കും മേടിച്ചു വരണമെന്ന് പറയുകയും അതോടെ ജോയൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ പോവാൻ ഇറങ്ങുകയും ഇതിനിടെ സാറ റൂമിൽ പോയി ഒരു പൊട്ടിയ വാച്ചും കുറച്ച് പൈസയും എടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. ശേഷം ഇതിനിടെ അവർ പോവാൻ നിൽക്കുമ്പോൾ സാറയെ വിളിക്കുകയും നിന്നെയൊന്നും ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ എന്നൊക്കെ പറയുകയും അതോടെ അവൾ ഞാൻ സ്കൂൾ വിട്ടു വരാമെന്ന് പറയുകയും ചെയ്യുന്നു. അവളെ സ്കൂളിലേക്ക് ആക്കുന്നത് ജോയലാണ്. ശേഷം അവൾ സ്കൂളിൽ നിന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ടൗണിലെ ഒരു വാച്ച് റിപ്പയറിംഗ് ഷോപ്പിലേക്കാണ്. ശേഷം അവൾ വാച്ച് ശരിയാക്കാൻ അവിടെ കൊടുക്കുകയും ഇതിനിടെ അവൾ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തൂടെ പോലീസ് വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടെ വാച്ച് റിപ്പയറിന്റെ വൈഫ് വെപ്രാളത്തിൽ വരികയും കട ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ 7 മണിക്കാണ് കട ക്ലോസ് ചെയ്യാറ്, ഇപ്പോ 3:15 ആയതേ ഉള്ളൂ എന്ന് അയാൾ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളെ വാച്ച് നാളെ തരാമെന്ന് പറഞ്ഞ് വൈഫ് പറഞ്ഞു വിടുമ്പോൾ അയാൾ ഞാനിത് ശരിയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുകയും അതോടെ പൈസ പോലും മേടിക്കാതെ വാച്ചും കൊടുത്ത് മോള് പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അവളെ പുറത്തേക്കാക്കുകയും കട അടക്കുകയും ചെയ്യുന്നു. അതോടെ അവൾക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയും ഇതിനിടെ അവൾ നേരെ പോകുന്നത് നേരത്തെ കണ്ട അയൽക്കാരുടെ വീട്ടിലേക്കാണ്. അവൾ ബെല്ലടിക്കുമ്പോൾ അവിടെയുള്ള ഹോം നേഴ്സ് ആണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ശേഷം അവൾ ഉള്ളിലേക്ക് കയറുകയും അവിടെയുള്ള പട്ടിയെ കളിപ്പിച്ചതിന് ശേഷം പുറത്ത് കുറെ പോലീസ് ഒക്കെ പോകുന്നത് കണ്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുകയും ഇതിനിടെ അതൊക്കെ നോർമൽ അല്ലേ മോളെ എന്ന് ഹോം നേഴ്സ് പറയുകയും ചെയ്യുന്നു. ശേഷം അവൾ ഉള്ളിലിരുന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്യുകയും ഇതിനിടെ ഹോം നേഴ്സ് മുത്തശ്ശിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് പോവുകയും അതോടെ അവൾ കുറച്ചു സമയം മുത്തശ്ശിയെ നോക്കുകയും ഇതിനിടെ അവൾ അവിടെ മൂവി കാസറ്റ് കണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ അതൊന്നും കാണുന്നില്ല. എന്നാൽ ഇതിനിടെ അവൾ കാസറ്റും എടുത്ത് ഹോംനേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുകയും ഇത് ഞാൻ എടുത്തോട്ടെ എന്നും ചോദിക്കുമ്പോൾ ഹോംനേഴ്സ് അതിന് സമ്മതിക്കുന്നു. അതോടെ അവൾ എന്റെ അച്ഛൻ ഇപ്പോ വരുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പട്ടാളക്കാരുടെ ജെറ്റുകളൊക്കെ താഴ്ന്ന് പറന്ന് എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. അതോടെ അവൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് രാത്രിയാണ്. അവൾ രാത്രി ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജോയൽ അങ്ങോട്ടേക്ക് എത്തുകയും ഇതിനിടെ അവൾ നേരത്തെ എത്താമെന്നൊക്കെ പറഞ്ഞിട്ട് 10 മണിയായി എന്ന് ജോയലിനോട് പറയുമ്പോൾ ജോയൽ അതിന് സോറി പറയുകയും ഇതിനിടെ അവൾ കേക്ക് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് മറന്നുപോയെന്ന് ജോയൽ പറയുകയും ഇതിനിടെ അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൾ ശരിയാക്കിയ വാച്ച് അവന് കൊടുക്കുകയും അതോടെ നേരത്തെ അവൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും എടുത്ത മൂവി കാസറ്റ് ജോയലിന് കൊടുക്കുകയും അതോടെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മൂവി കാണുകയും ചെയ്യുന്നു. അങ്ങനെ മൂവി പകുതിയായതും സാറ ഉറങ്ങിപ്പോകുന്നു. പക്ഷേ ജോയൽ ഉറങ്ങിയിട്ടില്ല. എന്നാൽ ഇതിനിടെ ജോയലിന് ഒരു കോള് വരികയും അതോടെ അത് എടുത്തു നോക്കുമ്പോൾ അത് അങ്കിൾ ടോമിയാണ്. ഇതിനിടെ ജോയൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജയിലിലാണ് ഉള്ളത്, ഒരു അടിപിടി കേസിൽ എന്നെ ജയിലിൽ പിടിച്ചിട്ടു എന്ന് പറയുകയും നീ ഇപ്പൊ തന്നെ വരണമെന്ന് പറയുമ്പോൾ ഇപ്പോഴോ എന്ന് ജോയൽ ചോദിക്കുകയും അതോടെ എടാ ഇത് വെള്ളിയാഴ്ചയാണ്, ഇപ്പൊ വന്ന് നീ എന്നെ ഇറക്കിയില്ലെങ്കിൽ ശനിയും ഞായറും കഴിഞ്ഞ് എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞ് ടോമി സോറി പറയുകയും അതോടെ വേറെ വഴിയില്ലാതെ ജോയൽ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. ശേഷം ജോയൽ TV ഓഫ് ചെയ്ത് സാറയെ റൂമിൽ കൊണ്ടുപോയി കിടത്തുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഹെലികോപ്റ്ററിന്റെ പട്ടിയുടെയൊക്കെ സൗണ്ട് കേട്ടാണ് അവൾ എണീക്കുന്നത്. അവൾ ഹാളിൽ പോയി അച്ഛനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ആരുമില്ല. ഇതിനിടെ അവൾ താഴെ വന്ന് TV ഓൺ ചെയ്യുമ്പോൾ എമർജൻസി അലേർട്ട് കാണുകയും പട്ടാളക്കാര് എല്ലായിടത്തും ഉണ്ട്, ആരും പേടിക്കേണ്ട എന്നാണ് അതിൽ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും അതിൽ കാണിക്കുന്നു. എന്നാൽ ഇതിനിടെ അപ്പുറത്തെ വീട്ടിലെ പട്ടി അവിടെ വന്ന് കുരക്കുന്നത് കാണുകയും അതോടെ സാറ പട്ടിയെയും കൂട്ടി വീട്ടിൽ കൊണ്ടാക്കാൻ നോക്കുമ്പോൾ പട്ടി ഇടയിൽ വെച്ച് കയറ് പൊട്ടിച്ച് ഓടിക്കളയുകയും അതോടെ അവൾ പേടിച്ചുകൊണ്ട് ഹോംനേഴ്സിനെയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും മിണ്ടുന്നില്ല. അതോടെ അവൾ പേടിയോടെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ടെങ്കിലും ആരും അവിടെ ഒന്നുമില്ല. എന്നാൽ ഇതിനിടെ കിച്ചണിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുകയും അതോടെ അവൾ അങ്ങോട്ടേക്ക് കയറുമ്പോൾ കാല് വഴുതി പോവുകയും ഇതിനിടെ അവൾ നോക്കുമ്പോൾ അത് രക്തമാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. അതോടെ അവൾ സൈഡിലേക്ക് നോക്കുകയും
നോക്കുകയും അവിടെയുള്ള അപ്പൂപ്പനൊക്കെ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അയാളുടെ ചോരയാണെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് നോക്കാൻ പറയുകയും അതോടെ അവൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒന്ന് കയ്യനക്കാൻ പോലും പറ്റാത്ത മുത്തശ്ശി ഹോംനെസിനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ അവൾ അത് കണ്ട് പേടിച്ചു പോവുകയും ഇതിനിടെ അമ്മൂമ്മ അവൾക്ക് നേരെ വരുന്നത് കണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും അവൾ വീടിന്റെ പുറത്തെത്തുമ്പോൾ തന്നെ ജോയലും ടോമിയും അവിടേക്ക് എത്തുകയും ഇതിനിടെ അമ്മൂമ്മ ജോയലിന് നേരെ ഓടി വരുന്നതോടെ അമ്മൂമ്മയെ അടിച്ചങ്ങ് കൊല്ലുന്നു. അതോടെ ഇതൊക്കെ കണ്ട് സാറ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ജോയൽ അവളെ സമാധാനിപ്പിക്കുകയും അത് അമ്മൂമ്മയൊന്നുമല്ല, എന്തോ രോഗം പിടിപെട്ട് വേറെന്തോ ആയി മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് കൊല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുകയും വണ്ടിയിലേക്ക് കയറി ഈ രാജ്യം തന്നെ വിട്ട് രക്ഷപ്പെടാമെന്ന് പറയുകയും അങ്ങനെ വണ്ടി കത്തിച്ച് ഇടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ സാറ നമ്മളും രോഗബാധിതരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുകയും ആ രോഗമുള്ളവർ നമ്മളെയും കടിച്ചാൽ നമുക്കും രോഗം ബാധിക്കും എന്ന് ജോയൽ പറയുന്നു. ശേഷം അവർ വണ്ടി സ്പീഡിൽ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും തീയൊക്കെ പിടിച്ചത് കാണുകയും ഇതിനിടെ സാറ അതൊക്കെ കണ്ട് വയ്യാതിരിക്കുമ്പോൾ ഒരു ഫാമിലി പെട്രോൾ തീർന്ന് അവർക്ക് കൈ കാണിക്കുകയും ഇതിനിടെ ടോമി കയ്യിൽ കുട്ടിയെ കണ്ട് നിർത്താൻ പോയതും എവിടെ നിർത്തരുതെന്ന് ജോയൽ പറയുകയും അതോടെ അവർ അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നു. അതോടെ അവർ കുറച്ചുകൂടെ മുന്നോട്ട് പോയതും ഹൈവേ മുഴുവൻ ബ്ലോക്കായി കിടക്കുകയാണ്. അതോടെ അവർ ഒന്നും നോക്കാതെ പറമ്പിലേക്ക് വണ്ടി കയറ്റുകയും ശേഷം സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ പട്ടാളക്കാർ നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തുകയും ചെയ്യുന്നു. അതോടെ ജോയൽ എവിടെ പോയാലും ആളാണല്ലോ എന്ന് പറഞ്ഞ് ടോമിയോട് എങ്ങോട്ടേലും വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞ് ചൂടാവുകയും അതോടെ ടോമി വേറെ ഒരു റോഡിന് വണ്ടി കയറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിനി എവിടെയും പോകാനില്ല, എനിക്ക് തോന്നുന്നത് ലോകം മുഴുവനും ഇത് പടർന്നിരിക്കുകയാണെന്നാണ് എന്ന് സാറ പേടിച്ചുകൊണ്ട് പറയുകയും ഇതിനിടെ പുറത്തുനിന്ന് കുറെ പേരെ ഓടിച്ചിട്ട് പലരെയും കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇടയിലൂടെയൊക്കെ പോവാൻ നോക്കുകയും ഇതിനിടെ ഒരുപാട് പേര് വണ്ടിയുടെ മുന്നിലേക്ക് ഓടി വരുമ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുകയും ഇതിനിടെ പുറകിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് കൺട്രോൾ തെറ്റി താഴേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയും അതോടെ ആ പൊട്ടിത്തെറിയിൽ അവരുടെ വണ്ടി മറിഞ്ഞ് പോവുകയും ശേഷം ജോയൽ സാറയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ശേഷം അവളുടെ കാല് പൊട്ടിയത് കൊണ്ട് നടക്കാൻ പറ്റാതെ ആവുകയും എന്നാൽ ഇതിനിടെ ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകണമെന്ന് ടോമി പറയുമ്പോൾ ഒരു പോലീസ് വണ്ടി വന്ന് അവരുടെ വണ്ടിക്ക് ഇടിച്ചങ്ങ് നിർത്തുകയും അതോടെ ടോമിക്ക് അവരുടെ അടുത്തേക്ക് വരാൻ പറ്റാതെ ഇരിക്കുകയും നിങ്ങൾ പുഴയുടെ അടുത്തേക്ക് പോയിക്കോ, ഞാൻ അവിടേക്ക് എത്തിക്കൊള്ളാമെന്ന് ടോമി പറയുകയും അതോടെ ജോയൽ അങ്ങോട്ടേക്ക് പോവാൻ റെഡിയാവുകയും ശേഷം ജോയൽ അവളെയും എടുത്ത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫംഗസ് ബാധിച്ച് സോംബിയായ കുറച്ചുപേർ അവരെ കാണുകയും അതോടെ അവരുടെ നേർക്ക് വരുമ്പോൾ ജോയൽ ഒരു കടക്കുള്ളിലൂടെ അവൻ ഓടിപ്പോവുകയും ഇതിനിടെ സോംബിയും പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ജോയലിന്റെ തൊട്ടടുത്ത് സോംബി എത്തിയതും ആരോ അതിനെ വെടിവെച്ചങ്ങ് കൊല്ലുന്നു. അതോടെ അവർ ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് വരികയും അവരെ ഗൺ പോയിന്റിൽ നിർത്തി അവൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുകയും ഇതിനിടെ ജോയൽ അവളുടെ കാല് ചെറുതായി പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ പട്ടാളക്കാരൻ അത് ക്യാപ്റ്റനോട് പറയുകയും ഇതിനിടെ ക്യാപ്റ്റൻ അവരെ കൊല്ലാൻ പറയുന്നതോടെ ജോയൽ ഞങ്ങൾക്ക് രോഗമില്ല എന്ന് പറയുകയും അതോടെ പട്ടാളക്കാരൻ അതൊന്നും കേൾക്കാതെ അവരെ വെടിവെക്കുമ്പോൾ ജോയൽ ചാടി മാറുകയും ഇതിനിടെ വീണ്ടും ജോയലിന് നേരെ വന്ന് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് പട്ടാളക്കാരൻ വെടിവെക്കാൻ നോക്കുമ്പോൾ പട്ടാളക്കാരനെ ആരോ വെടിവെച്ചങ്ങിടുകയും ഇതിനിടെ ജോയൽ നോക്കുമ്പോൾ അത് ടോമിയാണ്. അതോടെ ജോയൽ സാറയെ നോക്കുമ്പോൾ നേരത്തെ വെച്ച വെടി അവൾക്ക് കൊണ്ടിട്ടുണ്ട്. അതോടെ ജോയൽ നിനക്കൊന്നുമില്ല മോളെ, നിനക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവളുടെ ബ്ലഡ് ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയും ഇതിനിടെ അവളെ ജോയൽ പതിയെ പൊക്കി മടിയിലിരുത്തുമ്പോൾ അവളുടെ ജീവൻ പോവുകയും ഇതോടെ അവൻ ഒരുപാട് സങ്കടപ്പെട്ട് വിഷമത്തോടെ കരയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ബോസ്റ്റൺ എന്ന പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് നടന്നു വരികയും അതോടെ പട്ടാളക്കാർ അവനെ വന്ന് ഉള്ളിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം അവർ അവനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോംബിയുടെ കടി കിട്ടിയതായി കാണുകയും ഇതിനിടെ പട്ടാളക്കാരൻ അവനെ രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവന് രോഗമുള്ളതായി കാണുകയും അതോടെ നിന്റെ രോഗം മാറാനുള്ള വാക്സിൻ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അവനെ വിഷം കുത്തിവെച്ച് അങ്ങ് കൊല്ലുന്നു. ശേഷം അവർ കൊന്നവരെയൊക്കെ എടുത്തിട്ട് കത്തിക്കുകയും ഇതിനിടെ നോക്കുമ്പോൾ ജോയലും അവിടെയുള്ള ഒരു പണിക്കാരനാണ്. ഇതാണ് ബോസ്റ്റൺ. ഇവിടെയുള്ള ജീവിതം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. പുറത്തുനിന്ന് ഉള്ളിലേക്കോ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ പോവാൻ പട്ടാളക്കാർ സമ്മതിക്കില്ല. അങ്ങനെ പോയാൽ അവരെ തൂക്കിലേറ്റി കൊല്ലും. ഇവിടെയാണ് നമ്മുടെ ജോയലും ജോലി ചെയ്യുന്നത്. ശേഷം ജോയൽ ജോലി കഴിഞ്ഞതും കൂലിക്ക് വേണ്ടി ക്യൂ നിൽക്കുകയും ഇതിനിടെ അവന് കുറച്ച് പണം മാത്രം കിട്ടുന്നതോടെ വേറെ പണി എന്തെങ്കിലും ഉണ്ടോ എന്ന് ജോയൽ ചോദിക്കുകയും അതോടെ പോടാ കോപ്പ എന്ന് പറഞ്ഞ് അയാൾ അവനെ പറഞ്ഞു വിടുന്നു. ഇതാണ് ഇവിടുത്തെ ജീവിതം. പട്ടാളക്കാർ പറയുന്നതും കേട്ട് ജീവിക്കണം. ശേഷം ജോയൽ നേരെ പോകുന്നത് ഒരു പട്ടാളക്കാരന്റെ അടുത്തേക്കാണ്. അതോടെ ആ പട്ടാളക്കാരൻ ജോയലിന് കുറച്ച് പണം കൊടുക്കുകയും ശേഷം ഇതൊന്നും പോരാ മോനെ എന്ന് പറയുമ്പോൾ കുറച്ച് സിഗരറ്റ് കൂടി കൊടുക്കുകയും അതോടെ ജോയൽ പട്ടാളക്കാരന് ഡ്രഗ്സ് കൊടുക്കുകയും അതോടെ അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ഒരുത്തൻ ടെസ് എന്നൊരുത്തിയെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. എടി ടെസ്, ഞാൻ നിനക്കിട്ട് പണിയണമെന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷേ ഞാൻ ഈ ചെയ്ത കാര്യം നീ മറക്കണം എന്ന് അവൻ പറയുമ്പോൾ എടാ ഞാൻ മറന്നു, ഒരു വണ്ടിയുടെ ബാറ്ററിയുടെ കാര്യമല്ലേ, ഞാൻ നിനക്ക് അതിനുവേണ്ടി പണം തന്നു, എന്നിട്ട് നീയാണെങ്കിൽ ബാറ്ററി എനിക്ക് തരാതെ മറ്റൊരുത്തന് മറിച്ചു വിറ്റു, എന്നിട്ട് നീ എന്നെ ഇപ്പൊ പിടിച്ചും വെച്ചിരിക്കുന്നു എന്ന് ടെസ് പറയുമ്പോൾ എടി നിന്നെ എങ്ങാനും ഇപ്പോൾ വിട്ടാൽ നീ പോയി അത് ജോയലിനോട് പറയും, അവനോട് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം തീരും, അതുകൊണ്ടാണ് നിന്നെ വിടാത്തത്, നീ അത് അവനോട് പറയില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞാൻ നിന്നെ വിടാമെന്ന് അയാൾ പറയുമ്പോൾ അവൾ അതിനെ സമ്മതിക്കുകയും ഞാൻ മറ്റെന്തെങ്കിലും പറഞ്ഞ് അവനെ അടക്കിക്കൊള്ളാമെന്ന് അവൾ പറയുമ്പോൾ അവിടെ വലിയ പൊട്ടിത്തെറി നടക്കുകയും ഇതിനിടെ അവൾ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ ബോംബിട്ടത് ഫയർഫ്ലൈസ് ടീമാണ്. എന്ന് പറഞ്ഞാൽ ഈ ആർമിയുടെ കീഴിൽ ജീവിക്കാതെ സ്വയം സംരക്ഷയിൽ ഒരു ടീമായി നിന്ന് ജീവിക്കുന്നവർ. അവർ ഇവിടെ വന്ന് ഇവിടെയുള്ള ജനങ്ങളെയും കൂടി അവരോടൊപ്പം ചേർക്കാനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്. ശേഷം ടെസ് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കുമ്പോൾ അവളെ പട്ടാളക്കാർ പിടിക്കുകയും ഇതിനിടെ ഞാൻ ഫയർഫ്ലൈസ് അല്ല, ഞാൻ ഫെഡ്ര ഗ്രൂപ്പിലെ ഇവിടെ തന്നെയുള്ള ആളാണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും പട്ടാളക്കാർ അവളെ പിടിച്ചുകൊണ്ടുപോകും.
പോകുന്നു. ശേഷം കാണിക്കുന്നത് ഫയർഫ്ലൈസിന്റെ ഓഫീസിൽ ഒരു പെൺകുട്ടിയെ ചങ്ങലക്കിട്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിനിടെ ഒരു ഡോക്ടർ വന്ന് അവൾ ഇൻഫെക്റ്റഡ് ആണോ എന്ന് അറിയാൻ അവളെ കൊണ്ട് 10 വരെ എണ്ണിപ്പിക്കുകയും ശേഷം അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്നെ അഴിച്ചിട്ട് പോടാ എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കാതെ അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് ജോയലിനെയാണ്. ജോയൽ ഇപ്പോൾ മെസ്സേജ് ഒക്കെ അയക്കുന്ന ഒരു സെന്ററിലേക്ക് വരികയും അവൻ അവന്റെ സഹോദരൻ ടോമിയെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവനിപ്പോ 3 ആഴ്ചയായിട്ട് ഒരു മെസ്സേജും അയച്ചിട്ടില്ല എന്ന് അയാൾ പറയുന്നു. ശേഷം ജോയൽ അയാളോട് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ടവർ എവിടെയാണെന്ന് ഈ മാപ്പിൽ കാണിക്കും എന്ന് പറയുമ്പോൾ എടാ അവിടേക്കൊന്നും അങ്ങനെ പോവാൻ പറ്റില്ല, അത് അത്രയും ദൂരെയാണ്, നീ ഒരുപാട് സോംബികളെ താണ്ടി പോവേണ്ടി വരുമെന്നൊക്കെ അയാൾ പറയുമ്പോൾ ജോയൽ അതൊന്നും കേൾക്കാതെ അവിടെ നിന്നും പോകുന്നു. ശേഷം ജോയൽ റൂമിലേക്ക് എത്തുകയും അവൻ മാപ്പിൽ പോവാനുള്ള വഴിയൊക്കെ നോക്കി ഉറങ്ങുകയും ചെയ്യുന്നു. ശേഷം കുറച്ചു കഴിഞ്ഞ് ജോയൽ എണീറ്റ് നോക്കുമ്പോൾ ടെസ് വീട്ടിലുണ്ട്. അതോടെ അവൻ ടെസ്സിന്റെ മുഖം കണ്ട് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ചെക്കന്മാരെന്നെ കൊള്ളയടിക്കാൻ നോക്കിയതാണ്. പക്ഷേ അതിനിടയിൽ നമ്മുടെ ഫെഡ്ര പട്ടാളക്കാരും ഫയർഫ്ലൈസും തമ്മിൽ നല്ല ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ ഫെഡ്ര ഞാൻ ഫയർഫ്ലൈസ് ആണെന്ന് കരുതി പിടിച്ചുകൊണ്ടുപോയി, അങ്ങനെയാണ് എനിക്ക് കൂടുതൽ പരിക്ക് പറ്റിയതെന്ന് അവൾ പറയുന്നു. ശേഷം ഇതിനിടെ ബാറ്ററിയുടെ കാര്യം ടെസ് പറയുകയും ഇതോടെ ജോയൽ ദേഷ്യപ്പെട്ട് അതുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയിൽ അത് ഫിറ്റ് ചെയ്ത് ടോമിയെ അന്വേഷിക്കാൻ പോകാൻ പറ്റും, ഇപ്പൊ അവന്റെ ഒരു വിവരവുമില്ല എന്നൊക്കെ ജോയൽ പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ അവൾ പറയുകയും നമ്മൾ ഉടനെ ആ ബാറ്ററി കണ്ടുപിടിക്കുമെന്നും ടെസ് പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് മെർലിനെയാണ്. മെർലിൻ പറയുന്നത് എല്ലിക്ക് ഇൻഫെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ 3 ആഴ്ച ആയി, പക്ഷേ അവൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് മെർലിൻ പറയുകയും ശേഷം മെർലിൻ എല്ലിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. ശേഷം മെർലിൻ അവളോട് വളരെ ഫ്രണ്ട്ലി ആയി സംസാരിക്കുകയും അവളുടെ ലോക്കൊക്കെ തുറന്ന് വിടുകയും ചെയ്യുന്നു. അതോടെ എല്ലി ഞാനും സോംബിയായി മാറുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മെർലിൻ ഇല്ല എന്ന് പറയുകയും അതോടെ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് എല്ലി ചോദിക്കുമ്പോൾ നീ എവിടേക്ക് പോകാനാ, നീ വീണ്ടും മിലിറ്ററി സ്കൂളിലേക്കാണ് പോവാൻ നോക്കുന്നത് എന്നൊക്കെ മെർലിൻ ചോദിക്കുമ്പോൾ മിലിറ്ററി സ്കൂളിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചേർന്നതല്ല, ഞാൻ കുട്ടിയായിരിക്കുമ്പോഴേ അവിടെയാണെന്ന് അവൾ പറയുമ്പോൾ ഞാനാണ് നിന്നെ മിലിറ്ററി സ്കൂളിൽ ചേർത്തതെന്ന് മെർലിൻ പറയുകയും അതോടെ ഇത് കേട്ട എല്ലി നിങ്ങളാണോ എന്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ മെർലിൻ അല്ല എന്ന് പറയുകയും അതോടെ എല്ലി പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഈ ഫംഗസിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാൻ റെഡിയാവും, അതിൽ നീയും ഉണ്ടാവുമെന്ന് മെർലിൻ പറയുകയും അതോടെ അവൾ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ജോയലും ടെസ്സും ബാറ്ററി തപ്പിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിനിടെ അവർ പോയി ടണലിലൂടെയൊക്കെ പോവുകയും ഇതിനിടെ അവർ ലാസ്റ്റ് പോയി എത്തുന്നത് ഫയർഫ്ലൈസിന്റെ സ്ഥലത്തേക്കാണ്. ശേഷം അവർ നോക്കുമ്പോൾ അവർക്ക് ബാറ്ററി തരാതെ പറ്റിച്ച റോബർട്ടാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. അതോടെ ഇവൻ പറ്റിക്കുമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുകയും ഇവൻ ഫയർഫ്ലൈസിനെയും പറ്റിക്കാൻ നോക്കിയത് കൊണ്ടാണ് മരിച്ചതെന്നും അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ എന്തോ ശബ്ദം കേട്ട് പതിയെ അങ്ങോട്ട് പോയി നോക്കുകയും ഇതിനിടെ അവൻ അവരുടെ മുഖം കാണാത്തത് കൊണ്ട് തോക്ക് ചൂണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലി അവന് നേരെ ചാടി കുത്താൻ നോക്കുമ്പോൾ അവൻ അവളെ തള്ളി മാറ്റുകയും എന്നാൽ ഇതിനിടെ അപ്പോ നിങ്ങളെയും റോബർട്ട് ബാറ്ററി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ എന്ന് ജോയൽ പറയുമ്പോൾ അതേ എന്ന് മെർലിൻ പറയുകയും അവനുമായുള്ള തർക്കത്തിൽ എനിക്ക് വെടിയുമേറ്റു, അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഓഫർ തരാം, നീ കുട്ടിയെ ഞങ്ങളുടെ ഫയർഫ്ലൈസ് ഉള്ള ഓൾഡ് സ്റ്റേറ്റ് ഹൗസ് എന്ന സ്ഥലത്ത് നീ എത്തിക്കുവാണെങ്കിൽ നിനക്ക് ബാറ്ററി മാത്രമല്ല നിനക്ക് വേണ്ട പണവും നിനക്ക് വേണ്ട വണ്ടിയും എല്ലാം തരാം എന്ന് മെർലിൻ പറയുകയും അതോടെ ജോയലും ടെസ്സും അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. അതോടെ പട്ടാളക്കാർ വരുന്നതിന് മുന്നേ അവർ ഒളിച്ച് ജോയലിന്റെ റൂമിലേക്ക് പോവുകയും ശേഷം അവർ അന്ന് രാത്രി ഒളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ശേഷം അവർ പട്ടാളക്കാർ കാണാതെ പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കി പോവുകയും എന്നാൽ ഇതിനിടെ ജോയൽ ഡ്രഗ് കൊടുക്കുന്ന പട്ടാളക്കാരൻ അവരെ തടയുകയും ഇതിനിടെ അവരെ ഗൺ പോയിന്റിൽ നിർത്തി ഇൻഫെക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ഇതിനിടെ എല്ലി അവനെ കത്തിയെടുത്ത് കുത്തുകയും ഇതിനിടെ എല്ലിയെ അവൻ വെടിവെക്കാൻ പോയതും ജോയലിന് അവന്റെ മകളെ പട്ടാളക്കാരൻ കൊന്നത് ഓർമ്മ വരികയും അതോടെ അവനെ നേരെ ചാടി അവന്റെ മുഖം ഇടിച്ച് പൊളിച്ച് അവനെ അങ്ങ് കൊല്ലുന്നു. എന്നാൽ ഇതിനിടെ പട്ടാളക്കാരൻ സ്കാൻ ചെയ്ത ഡിവൈസിൽ എല്ലിക്ക് രോഗമുണ്ടെന്ന് ടെസ്റ്റ് കാണുകയും അതോടെ ഇവൾ ഇൻഫെക്റ്റഡ് ആണെന്ന് ജോയലിനോട് പറയുമ്പോൾ എനിക്കിത് 1 മാസം മുന്നേ ഇൻഫെക്റ്റഡ് ആയതാണ്, പക്ഷേ ഇതുവരെ എനിക്ക് രോഗം പിടിപെട്ടിട്ടില്ല എന്ന് അവൾ പറയുകയും ഇതിനിടെ പട്ടാളക്കാരുടെ സൗണ്ട് കേട്ട് അവർ ഓടി പുറത്തേക്ക് കിടക്കുകയും അവിടെ നിന്നും പോകുന്നതോടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എപ്പിസോഡ് 1 ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം RN.